ഓ സുഹൃത്തുക്കളെ, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ച ഒരാശയമുണ്ട്. അതെന്താണ്? എല്ലാ പണ്ഡിതന്റെ സദസ്സിലും നിങ്ങൾ പോയിരിക്കരുത്, എല്ലാ സദസ്സിലും നിങ്ങൾ പങ്കെടുക്കരുത്. ലാ തജ്ലിസൂ ഇൻദ കുല്ലി ആലിമിൻ, എല്ലാ പണ്ഡിതന്മാരെ സദസ്സിലും നിങ്ങൾ പോയിരിക്കരുത്. ഇരിക്കണമെങ്കിൽ 4 വിശേഷണങ്ങളുള്ള പണ്ഡിതനായിരിക്കണം. 4 പ്രത്യേകതയുള്ള പണ്ഡിതന്റെ സദസ്സിലല്ലാതെ നിങ്ങൾ ഇരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇല്ല 5, 4 അല്ല 5 പ്രത്യേകതയുള്ള 5 വിഷയത്തിലേക്ക് ക്ഷണിക്കുന്ന ഇല്ലാ ഇലാ ആലിമിൻ യദഉകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ, 5 കാര്യങ്ങളിൽ നിന്ന് മറ്റ് 5 കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്റെ സദസ്സിലെ നിങ്ങൾ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മിനശ്ശക്കി ഇലൽ യഖീൻ. ഒന്നാമത്തെ കാര്യം എന്താണ്? സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. സംശയിപ്പിക്കുന്ന പണ്ഡിതനാകരുത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾക്ക് അതാ നിവാരണം തന്ന് നമുക്ക് ഈമാൻ ഉറപ്പിക്കുന്ന പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുക്കണം. അതാണ് മിനശ്ശക്കി ഇലൽ യഖീൻ. നേരത്തെ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളിൽ സംശയമുണ്ടാക്കുന്നവന്റെ സദസ്സിലല്ല. ഞാൻ ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. ഇവിടെ തമിഴ്നാട്ടിലുള്ള ചില പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ പങ്കെടുത്തു. ആ തമിഴ്നാട്ടിൽ എത്രയോ കാലമായി മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്ക് സൂക്ഷിച്ചിരിക്കുന്നു. ബേലൂരിൽ നിന്ന് ആ ശഅർ മുബാറക്ക് മുക്കിയ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് പലരും ബറക്കത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവിടെ വെച്ച് സൗജന്യമായി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സൗജന്യമായി തന്നെ ഇവിടെ അത് വിതരണം ചെയ്യേണ്ടതുമാണ്. അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിൽ കുറ്റക്കാരുമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ശഅർ മുബാറക്ക് ജനങ്ങളൊക്കെ വിശ്വസിച്ചു വരുമ്പോൾ പുതിയൊരു സംശയം അതിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നുവെങ്കിൽ മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനല്ല. പൂർവകാല പണ്ഡിതന്മാര് മുഖേന ജനങ്ങളെ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളിൽ സംശയമുണ്ടാക്കുന്ന പണ്ഡിതൻ, അത്തരം പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുത്തുകൂടാ. മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലെ നിങ്ങൾ പങ്കെടുക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സംശയമുണ്ടാക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. അത് ഏത് വിഷയത്തിലും സംശയമുണ്ടാക്കാൻ കഴിയും. നിങ്ങൾ കണ്ടില്ലേ വ്യാജ തരീഖത്തുകാരുടെ സ്വഭാവം? അവരുടെ സ്വഭാവം എന്താണ്? ആദ്യം തന്നെ ഒരു സാധാരണക്കാരനെ കിട്ടിയാൽ അവർ ചോദിക്കും, അലിഫ് ലാം മീം എന്നതിന്റെ മാന നിങ്ങൾ ഉസ്താദിന് പറയാൻ കഴിയോ? കാഫ് ഹാ യാ ഐൻ സാദ്, അതിന്റെ അർത്ഥം പറയാൻ കഴിയോ? സുബ്ഹാനല്ലാഹ്, കേൾക്കുന്ന മനുഷ്യൻ ബേജാറാകാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, അലിഫ് ലാം മീം അല്ലാഹു അഅലം ബിമുറാദിഹി എന്ന് എഴുതി വെച്ച ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിവരമില്ലാത്ത വ്യക്തിയും ഇത് പറയുന്ന ഈ വ്യാജ തരീഖത്തുകാരൻ വിവരമുള്ളവനുമാണോ? ഇമാം മഹല്ലി വിവരമില്ലാത്ത ആളും ഇത് പറയുന്നവൻ വിവരമുള്ളവനുമാണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതുപോലെ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ എന്നൊരായത്ത് കാണുമ്പോൾ ഇസ്തിവാഅൻ യലീഖു ബിഹി, അല്ലാഹുവിനോട് അനുയോജ്യമായ ഇസ്തിവാ എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ അത് പോരാ, അതിനർത്ഥം പറയണമെന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി വന്നിട്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന് അനുയോജ്യമല്ലാത്ത വിധം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് അവനൊരു വിവരമുള്ളവനായി ചമയുകയാണ്. അതിലൂടെ അല്ലാഹുവിനെ കുറിച്ച് സംശയമുണ്ടാക്കുകയാണ്. ഇങ്ങനെ ഏത് വിഷയത്തിലും ഉറപ്പിച്ച് വിശ്വസിച്ച മുഅ്മിനിന്റെ വിശ്വാസത്തിൽ സംശയമുണ്ടാക്കുന്ന കക്ഷി അവൻ എന്ത് പാണ്ഡിത്യം ചമന്നാലും ശരി, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സംശയമുണ്ടാക്കുന്നവന്റെ സദസ്സിൽ പങ്കെടുക്കരുതെന്ന് മാത്രമല്ല, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലെ പങ്കെടുക്കാൻ പാടുള്ളൂ. മിനശ്ശക്കി ഇലൽ യഖീൻ. അപ്പൊ ഖണ്ഡിതമായി പഠിക്കുകയും